വർഷം 1989. സുവർണമായ റേഡിയോ സ്റ്റേഷൻ. കോരിച്ചൊരിയുന്ന മഴ, പവർ കട്ട്. ഭയത്തോടെ പരസ്പരം സംസാരിക്കുന്ന കുറച്ച് പേരുടെ ശബ്ദം പശ്ചാത്തലത്തിൽ കേൾക്കാം. അതിൽ നിന്ന് അവരെന്തോ തെറ്റ് ചെയ്തു എന്ന പോലെ മനസ്സിലാകുന്നുണ്ട്. മൊത്തം 6 പേര്: വാലി കുമാർ, രഘുവീർ ദാസ്, സദാശിവ, രാപ്പാർത്തി ശ്രീനിവാസ്, ഈശ്വർ, വേണുഗോപാൽ. എവിടെ നിന്നോ മുഴങ്ങിക്കേൾക്കുന്ന ഒരാളുടെ കരച്ചിൽ കേൾക്കാം. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കൂട്ടത്തിൽ വേണു എന്ന ആൾ മാത്രം ശബ്ദത്തെ പിന്തുടരാൻ ഭയത്താൽ വിസമ്മതിച്ചു. ബാക്കിയുള്ളവർ ഒരു മെഴുകുതിരി വെട്ടത്തിന്റെ സഹായത്തോടെ പിന്തുടർന്നു പോയാൽ അടച്ചിട്ട മുറിയിൽ നിന്നാണ് ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. പെട്ടെന്ന് ആരോ ഇവരുടെ മുന്നിലേക്ക് തെറിച്ചു വീണു. അത് വേണുവായിരുന്നു. എന്തു പറ്റിയെന്ന് അന്വേഷിച്ചാൽ മുകളിലേക്ക് ചൂണ്ടി അവൻ ഭയപ്പെടുകയാണ്. പെട്ടെന്ന് ഇവർ നിന്ന മുറിയുടെ വാതിൽ അടഞ്ഞു. അവിടുത്തെ റേഡിയോ തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങി. സുവർണമായയിലോട്ട് സ്വാഗതം. ഉറക്കമില്ലാത്ത രാത്രികളുടെ പരമ്പര ഇന്ന് അവസാനിക്കുന്നു. മറിഞ്ഞിരുന്ന രഹസ്യങ്ങൾ ഇന്ന് വെളിപ്പെടുന്നു. ഈ ഗാനം അഭ്യർത്ഥിച്ചിരിക്കുന്നത് വാലികുമാർ ആണെന്നും ബാക്കി 5 പേരുടെ നാമവും എടുത്തു പറയുന്നു. ജീവിക്കാൻ അർഹതയില്ലാത്തവർ, എന്നാൽ ദീർഘായുസ് കൊതിക്കുന്നവർ. ഇവർക്ക് ഇതെന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എവിടെ നിന്നോ പുക വന്ന് മുറി മൊത്തം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഭയപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മുറി പൂട്ടപ്പെടുകയും ഏതോ പ്രത്യേക തരം ജീവി അവർക്കെതിരെ ഗ്ലാസിന് പുറത്ത് പറന്നെടുത്തു. രക്തം ഡോറിലെ ഗ്ലാസ്സിലേക്ക് തെറിക്കുന്നു. അതോടെ പശ്ചാത്തലത്തിൽ ഇതോടെ ഈ റേഡിയോ സ്റ്റേഷന്റെ കഥ അവസാനിക്കുകയാണ് എന്ന ശബ്ദം മുഴങ്ങിക്കേൾക്കാം. മൃതദേഹങ്ങൾ ക്രോസ് സ്വാസ്തിക് സിംബലിലാണ് കിടത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നത്: കിഷ്കിന്ധാപുരി. റെയിൽവേ ലോക്കോ പൈലറ്റ്മാരായ ആത്രേയും മുരുകേഷും അവിചാരിതമായി ഗോസ്റ്റ് വാക്കിംഗ് ടൂറിനെ പറ്റിയിട്ടുള്ള നോട്ടീസ് കാണുകയും അത് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. കാര്യം മറ്റൊന്നുമല്ല, പ്രേതബാധയുള്ള സ്ഥലം സന്ദർശിക്കലാണ് സംഭവം. ഇനി കാണിക്കുന്നത് കിഷ്കിന്ധാപുരി രാമാലയമാണ്. അവിടെ ഉത്സവം അരങ്ങേറുകയാണ്. ഇവിടെയാണ് ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ആളുകൾ കൂടിയിരിക്കുന്നത്. ഈ ടൂറിനായി അവരെ ഗൈഡ് ചെയ്യുന്നത് മൈഥിലിയും സുമിത്തും രാഘവുമാണ്. മൈഥിലി ദൈവത്തിന് മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് കണ്ട കൂട്ടത്തിൽ ഒരുവൻ, നിങ്ങളുടെ തൊഴിൽ ഇതായിട്ടും നിങ്ങൾക്ക് ദൈവത്തിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെ പ്രേതബാധയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് മൈഥിലി മറുപടിയും നൽകി. നടത്തിപ്പുകാരിൽ ഒരുവനായ രാഘവ് വരാൻ വൈകുന്നത് കൊണ്ട് ഇവർ പുറപ്പെടാനും വൈകുകയാണ്. അപ്പോഴാണ് ഒരു കുട്ടി മുകളിൽ വെച്ച ബലൂണിന് നേരെ ചവണ കൊണ്ട് കല്ലെറിഞ്ഞത്. എന്നാൽ ബലൂൺ പൊട്ടി അതിന് പിറകിലുള്ള കുരങ്ങനും അതിന്റെ കുഞ്ഞിനും ഏറുകൊണ്ടു. ഇതിൽ ദേഷ്യം വന്ന കുരങ്ങനും കുട്ടിയെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തതും അവിടെ ഇരുന്ന അമ്മൂമ്മ കുട്ടിയെ രക്ഷിക്കാനായി കയ്യിലിരുന്ന മൊന്ത അതിന് നേരെ എറിഞ്ഞു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി. കുരങ്ങന്മാർ മൊത്തത്തിൽ ഇളകി. ഈ ഓട്ടത്തിലും എറിയലിലുമെല്ലാം അവിടുത്തെ വൈദ്യുതിയും പോയി. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ രാഘവ് രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നീട് രാഘവും കുരങ്ങുകളുമായി അടി. എന്നാൽ ഇതിനിടയിൽ അമ്മക്കുരങ്ങിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞുകുരങ്ങ് തെറിച്ചു പോവുകയും അവിചാരിതമായി തീ പടരുകയും ചെയ്തു. തന്റെ ജീവൻ പണയം വെച്ച് രാഘവാണ് കുഞ്ഞിനെ രക്ഷിച്ച് അമ്മയെ തിരിച്ചേൽപ്പിച്ചത്. അതോടെ കുരങ്ങന്മാർ ശാന്തരാകുകയും വഴക്ക് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ രാമാലയത്തിലെ സ്വാമിയും വന്ന് തൻ്റേതല്ലാത്ത ഒരു പ്രശ്നത്തിൽ കയറി ഒരാത്മാവിനും ദോഷം വരാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചതിനെയും പരിഹരിച്ചതിലും സന്തോഷവാനായിട്ട് ശ്രീരാമജയം എന്ന് പറഞ്ഞ് ഒരു ചെയിൻ അവനെ സമ്മാനിക്കുകയും ശ്രീരാമചന്ദ്രന്റെ ദിവ്യകാരുണ്യം നിന്റെ മേൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഒട്ടും താമസിക്കാതെ ഗോസ്റ്റ് വാക്കിംഗ് ടൂർ ആരംഭിച്ചു. സ്ഥലം സുനന്ദ നിലയം എന്ന വീടാണ്. എത്തിച്ചേർന്നാൽ സ്ഥലത്തെ പറ്റിയും നടന്ന സംഭവങ്ങളെ പറ്റിയും ആമുഖം കൊടുക്കണമല്ലോ. എന്നാൽ അതിന്റെ പേര് പോലും ഓർക്കാതെ നിർബന്ധ നിലയം എന്നും മാറ്റിയാണ് പറയുന്നത്. വിഹാരിയും ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ വിഷയത്തിൽ നിന്ന് മാറ്റി കൺവിൻസ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, ഇവർ ഫുൾ ഉടായിപ്പാണ്. മാനുവലായിട്ട് ബട്ടൺ അമർത്തി ഗോസ്റ്റ് ഡിറ്റക്ടർ ലൈറ്റ് വരുത്തിയും ബെഡ് പൊക്കിയും പ്രേതത്തെ വരുത്തിയും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. രാഘവാണെങ്കിൽ ഇവരെ കൂടുതൽ പേടിപ്പിക്കാനായി കഥകളെല്ലാം തട്ടിവിടുകയാണ്. എന്നാൽ ഇതൊക്കെ കേട്ടതും വിഹാരി സംശയാകുലനായി. വിഹാരിയുടെ 2ാമത്തെ യാത്രയാണ് ഇവർക്കൊപ്പം ഇങ്ങോട്ടേക്ക്. ആദ്യത്തേതിൽ ബ്രിട്ടീഷ് പ്രേതമാണ് ഇവിടെ ഉള്ളത് എന്ന രീതിയിലായിരുന്നു കഥ അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള കഥ.
ഇപ്പോഴാണെങ്കിൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ കഥ. നുണകൾ ഓർത്തു വെക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ രാഘവും പ്രേതം ഇവന്റെ ബ്രെയിനിനെ സ്വാധീനിച്ചതാണെന്നും സിംബോളിക് ലിംബോളിക് കണ്ടീഷനാണിത് എന്നെല്ലാം പറഞ്ഞ് പ്രേതത്തെയും കാട്ടി പേടിപ്പിച്ച് തടി തപ്പി. അടുത്ത ദിവസം മൈഥിലിയും രാഘവും കപ്പിൾസാണ്. അവന്റെ ഓരോ പ്രവൃത്തികളിൽ നിന്ന് തന്നെ അവന് ചുറ്റുമുള്ള ജീവനോടുകളോടുള്ള സ്നേഹവും കരുതലും മനസ്സിലാകാം. അതുകൊണ്ട് തന്നെയാണ് മൈഥിലിക്ക് അവനോട് ഇത്ര ഇഷ്ടം. പതിവ് പോലെ അടുത്ത ഗോസ്റ്റ് വാക്കിംഗ് ടൂറിനുള്ള ഒരുക്കത്തിലാണ്. മുൻ ആർമി ലെഫ്റ്റനന്റ് ആയ വിശ്വാസ് കുമാർ എന്ന ആൾക്ക് കീഴിലാണ് രാഘവും ടീമും വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കെട്ടുകഥ പറഞ്ഞ് പണം പറ്റിക്കുകയാണ്, ഫ്രോഡാണ് എന്നെല്ലാം പറഞ്ഞ്. ഈ ടൂറിന് പലരും പോകുന്നത് പല ലക്ഷ്യം കൊണ്ടാകും. കൂട്ടത്തിൽ ഒരുവനായ തട്ടിക്കൊണ്ട വീരഭദ്ര പ്രേതം എന്ന ഒന്നുണ്ടെങ്കിൽ തന്റെ മരിച്ചുപോയ ഭാര്യയുമായി ഒരു വട്ടം സംസാരിക്കണം എന്നതാണ് പുള്ളിയുടെ ആഗ്രഹം. ഏറ്റവും ചെറിയ കുട്ടിയായ മോക്ഷയും യാത്രയ്ക്ക് പുറപ്പെടാൻ റെഡി ആയിട്ടുണ്ട്. സ്റ്റോൺ പെപ്പർ സീസർ കളിച്ച് വിൻ ചെയ്താൽ അവളെ കൊണ്ടുപോകാമെന്ന് അയൽവാസി കൂടിയായിട്ടുള്ള രാഘവ് വാക്കു കൊടുത്തിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തമാശയാണ്. വിഹാരിയെ കണ്ട് ഇവൻ നമ്മുടെ പദ്ധതികൾ പൊളിക്കുമോ എന്ന ടെൻഷനിലാണ് രാഘവും ടീമും. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ടിസ്റ്റുമായി വിശ്വാസ് കുമാർ വരുന്നത്. കുറെ പ്രേതബാധയുള്ള സ്ഥലങ്ങളുടെ പേരെഴുതി ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം നറുക്കെടുത്ത് അവിടേക്കാണ് യാത്ര പുറപ്പെടേണ്ടത്. ബിഹാരിയാണ് നറുക്കെടുത്തത്. അതിലെ സ്ഥലം സുവർണമായ റേഡിയോ സ്റ്റേഷൻ. തുടക്കത്തിൽ കാണിച്ച സംഭവങ്ങളെല്ലാം നടന്ന അതേ റേഡിയോ സ്റ്റേഷൻ. ഇതിൽ നിന്ന് തന്നെ സ്ഥലത്തിന്റെ ഭീകരത പ്രേക്ഷകരെ കാണിച്ചു തരുന്നുണ്ട്. അവർ അങ്ങനെ സുവർണമായ റേഡിയോ സ്റ്റേഷനിലേക്ക് യാത്ര പുറപ്പെട്ടു. എത്തിച്ചേർന്നപ്പോൾ എന്നത്തെയും പോലെ ഒരു ആമുഖമൊക്കെ മൈഥിലിയും രാഘവും കൊടുക്കുന്നുണ്ട്. കൂടെയുള്ളവരും ആകെ എക്സൈറ്റഡ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, എപ്പോഴും ഇവർ പ്ലാൻ ചെയ്ത് സെലക്ട് ചെയ്ത് ഒരേ സ്ഥലത്തേക്കാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത്. ഇതാദ്യമായി വ്യത്യസ്തമായ ഒരു പുതിയ സ്ഥലത്ത് ആ അനുഭവത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നു. റേഡിയോ സ്റ്റേഷൻ രക്ഷകൾ കൊണ്ട് ബന്ധിച്ചു വെക്കുകയും തൃശൂലം സമീപം ഇരിക്കുന്നുമുണ്ടായി. ആ ശൂലം ഉപയോഗിച്ച് പൂട്ട് തകർക്കുകയാണ്. അപ്പോഴെല്ലാം റെയിൽവേ ട്രാക്കിൽ നിന്ന് അസാധാരണമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നതായി നമ്മളെ കാണിക്കുന്നുണ്ട്. രാഘവും എന്നത്തെയും പോലെ നുണക്കഥകൾ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ ബിഹാരി കൗണ്ടർ അടിച്ച് എല്ലാ കഥയും പൊളിച്ചു കൊടുക്കും. എവിടെ പ്രേതം എന്ന് പറഞ്ഞ് ആളുകൾ വഴിക്കിടാൻ തുടങ്ങി. ആർട്ട് ഡയറക്ടർക്ക് അത് സെറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് വേറൊരു നിവർത്തിയുമില്ലാതെ പ്രേതം റേഡിയോയ്ക്കുള്ളിലാണെന്ന് മൈഥിലി പറഞ്ഞു. അതുകൊണ്ട് അവർ പ്രവർത്തിപ്പിക്കാൻ നിർബന്ധിതരായി. തുടക്കത്തിൽ അത് വർക്ക് ചെയ്തില്ലെങ്കിലും തിരിഞ്ഞു പോകാൻ നോക്കിയപ്പോൾ അത് പ്രവർത്തിച്ചു തുടങ്ങി. പേടിപ്പെടുത്തുന്ന സംഭാഷണവും. ഭയന്ന് ഓടാൻ ശ്രമിച്ചാൽ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം ഇവരുടെ മേലേക്ക് പറന്നു വീഴുകയാണ്. രാഘവും ബാക്കിയുള്ളവരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞ് നിഴൽ മാറുന്ന കണ്ട് തിരിഞ്ഞു നോക്കിയാൽ മൈഥിലിയുടെ ശബ്ദം കേട്ട് പുറത്തു പോകേണ്ടി വന്നു. നോക്കിയാൽ അവർ വന്ന വാൻ നിന്ന് കത്തുകയാണ്. ഒരു മുന്നറിയിപ്പ് പോലെ റേഡിയോയിൽ നിന്ന് നിങ്ങളെ സ്വർഗയാത്ര ഇവിടെ ആരംഭിക്കുന്നുവെന്നും ഒരാൾ പോലും അതിൽ നിന്ന് അതിജീവിക്കില്ലെന്നും പശ്ചാത്തലത്തിൽ കേൾക്കാം. ഇവരാണെങ്കിൽ എങ്ങനെയൊക്കെയോ കത്തി നശിച്ച വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിലെത്തി. അപ്പോൾ അവിടെ ചായ കൊടുക്കുന്ന പയ്യനാണേ ഇവർ സുവർണമായ റേഡിയോ സ്റ്റേഷനെ പറ്റി പറയുന്നത് കേട്ട് ഞെട്ടി. എന്നാൽ രാഘവിന് അതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. ഇതൊരു നല്ല കാര്യമല്ലേ, ഒരു എക്സ്പീരിയൻസ് ആയി എടുത്താൽ പോരെ എന്നെല്ലാം പറഞ്ഞ് സന്ദർഭത്തെ ലഘൂകരിച്ചു. കറക്റ്റ് ടൈമിലാണ് ഹുക്ക് ചെയ്തിരുന്ന അവരെ വണ്ടിയും താഴെ വന്നു വീണു. ഇത് കണ്ട് ഭയന്ന കുട്ടിയും അവരോട് നിങ്ങൾ സുവർണമായയിൽ പോയിരുന്നു, നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്? ആദ്യം വീട്ടിൽ പോയി മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കൂ, അവിടെ പോയപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം കത്തിക്കൂ, ഒരു കലം നിറയെ കത്തുന്ന കരി കൊണ്ട് എല്ലാ ദുഷ്ടദൃഷ്ടിയെയും അകറ്റൂ, ഒരു മത്തങ്ങ നിങ്ങളുടെ വാതിൽ കേട്ട് തൂക്കിയിട് എന്നെല്ലാം ഭീതിയോടെ അവരെ അറിയിച്ചു. ഇതെല്ലാം അവൻ എങ്ങനെ അറിയാമെന്ന് അന്വേഷിച്ചാൽ അവന്റെ അമ്മയാണ് അവനോട് പറഞ്ഞത് അവിടെ പോയ ആരും മരണത്തിൽ നിന്ന് അതിജീവിക്കില്ലെന്ന്. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. എന്നാൽ രാഘവ് ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ല. അവന്റെ അമ്മ എപ്പോഴെങ്കിലും തമാശയായി പറഞ്ഞത് അവൻ കാര്യമായി എടുത്തതാവും. ഇനിയല്ല, അവിടെ ഗോസ്റ്റ് ഉണ്ടെങ്കിൽ അത് അതിന്റെ പണി ചെയ്യും, നമ്മൾ നമ്മുടേത് എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിച്ചു. ഇനി ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് പോയിരുന്ന നമ്മുടെ 2 ലോക്കോ പൈലറ്റ്സിലെ മുരുകേഷും ആത്രേയും അവരെയാണ് കാണിക്കുന്നത്. അവർ എന്നത്തെയും പോലെ ഡ്യൂട്ടിക്ക് കയറി. എന്നാൽ യാത്രക്കിടെ പെട്ടെന്ന് ട്രെയിൻ നിന്നു. എന്തെങ്കിലും ട്രാക്ക് മെയിൻ്റനൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് അവർ വിശ്രമിക്കുമ്പോഴാണ് ഒരു വയോധിക ഭക്ഷണം വല്ലതും തരുമോ മോനെ, ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് ആത്രയ്ക്ക് നേരെ കൈ നീട്ടിയത്.
അവന് വിഷമം തോന്നി തന്റെ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന സമയത്ത് കീ ചാടുന്ന ഒച്ച കേട്ട് എണീറ്റ മുരുകേഷും അവനെ തടഞ്ഞു. കാരണം എഞ്ചിൻ റൂമിന്റെ അത്ര ഉയരത്തിലേക്ക് ഏത് മനുഷ്യനാണ് എത്താൻ പറ്റുക? അവൻ അതോർത്ത് ഭയന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പൊടുന്നനെ ആ രൂപം മാഞ്ഞുപോയി. ഉടനെ ട്രെയിനിനുള്ളിലെ റേഡിയോയിൽ നിന്ന് ആ റേഡിയോ സ്റ്റേഷനിൽ കേട്ട അതേ വിചിത്ര ശബ്ദത്തിൽ നിങ്ങളുടെ അവസാന ലക്ഷ്യസ്ഥാനം എത്തി എന്ന് പറഞ്ഞതും തുടർന്ന് തീവണ്ടി വലിയ വേഗത്തിൽ നീങ്ങുന്നതും ആ രൂപം വരുന്നതും കാണാം. പിറ്റേ ദിവസം രാഘവ് ഒരു പേഴ്സ് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ചതായി കണ്ടു. പിന്നീട് വിഹാരി രാഘവിനെ വിളിച്ച് ഗോസ്റ്റ് വാക്കിംഗ് ടൂറിൽ വന്ന 2 ലോക്കോ പൈലറ്റ്സ് മരിച്ച വാർത്ത അറിയിച്ചു. ഒപ്പം അത് ഒരു സാധാരണ മരണമായി തോന്നുന്നില്ലെന്ന് ഉറപ്പിച്ചും പറഞ്ഞു. പിന്നീട് സംഭവസ്ഥലമാണ് കാണുന്നത്. ക്രോസ് വാസ്റ്റിക് രീതിയിലാണ് മൃതദേഹങ്ങൾ കിടക്കുന്നത്. രാഘവ് വന്ന് നോക്കുമ്പോൾ കാക്കകൾ വട്ടം ചുറ്റുന്നതായും തൊട്ടടുത്തുള്ള ഒരു അസ്ഥികൂടത്തിലെ മണ്ണ് നീങ്ങുന്നതായും ശ്രദ്ധിച്ചു. അവിടെ അടുത്താണ് റേഡിയോ സ്റ്റേഷൻ. വീണ്ടും അവിടെ പോയി പരിശോധിച്ചപ്പോൾ സുവർണമായയ്ക്ക് പിന്നിൽ ആരുടെ സുവർണ ശബ്ദമാണ് എന്ന തലക്കെട്ടിൽ ഒരു പത്രക്കടലാസ് കിട്ടി. പിന്നീട് ഒരു മുറി തുറന്ന് ഒരു ടോർച്ച് ലൈറ്റ് കണ്ടെത്തി. അത് വെച്ച് അവിടെയൊക്കെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ താഴെയായി ആ ഒരു ക്രോസ് വാസ്റ്റിക് സിംബൽ കണ്ടു. രാഘവ് സമയം കളയാതെ വാർത്താ സമ്മരികയിൽ പോയി ഈ ന്യൂസിന്റെ മുഴുവൻ കഥയും അറിയാൻ ശ്രമിച്ചു. അതെന്തായാലും നടന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സുമിത്തും മൈഥിലിയും അവനോട് അവര് നമ്മുടെ കൂടെ ടൂർ വന്നതുകൊണ്ടാണോ അവർ മരിച്ചതായി തോന്നുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആ സിംബൽ. പിന്നീട് ആ ശബ്ദത്തിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമായി. ശേഷം ആരാണ് ആ റേഡിയോ സ്റ്റേഷന്റെ ഫൗണ്ടേഴ്സ് എന്നും എങ്ങനെയാണ് അവർ മരണപ്പെട്ടതെന്നും എങ്ങനെ പിന്നെ ഇവരുടെ ഗോസ്റ്റ് ടൂറിലെ കൂട്ടത്തിൽ വന്ന 2 പേർ മരിച്ചതെന്നും അതിനു പിന്നിലെ പ്രേരണയും. ക്രോസ് വാസ്റ്റിക് സിംബലിന്റെ മീനിങ് ലോകമെമ്പാടുമുള്ള വെറുപ്പിന് പ്രതീകമാണ്. ഇങ്ങനെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും റേഡിയോയിൽ നിന്ന് അതേ ശബ്ദം വരികയാണ്. 11 പേരിൽ 2 പേർ മരിച്ചു. ബാക്കി 9 പേര്. ഇന്ന് ബുധനാഴ്ച 9/8/1989. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള യാത്ര. ഇടരുന്ന ചുവടുകൊണ്ട് തകർന്ന ബന്ധം. പ്രഭാതം വന്നപ്പോൾ ഇരുട്ട് മാറി യുവാക്കൾ ദുഃഖത്തിൽ വീണു. ഒരു കൊടും രാത്രിയിൽ സൾഫറിന്റെ ജ്വാലകൾക്കിടയിൽ അവസാന ആഗ്രഹവുമായി ഏകാന്തനായി മൂടൽ മഞ്ഞിലേക്ക് പോകേണ്ടി വന്നവൻ ഇനിയുള്ള ഗാനം തട്ടിക്കൊണ്ട വീരഭദ്രയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതും പ്രേതത്തിന്റെ അടുത്ത ഈര അയാളാണെന്ന് മനസ്സിലാക്കി രാഘവൻ രക്ഷിക്കാൻ പുറപ്പെട്ടു. എന്നാൽ രാഘവ് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ പ്രേതം അയാളുടെ ഭാര്യയുടെ രൂപത്തിലെത്തി പണി നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് അയാളെ തള്ളി താഴെയിട്ടു. അയാളും ക്രോസ് വാസ്റ്റിക് സിംബലിലേക്ക് രക്തമായിട്ട് പടരുകയാണ്. രാഘവ് നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോഴാണ് ചായ കൊടുപ്പുകാരനായിട്ടുള്ള ആ പയ്യനെ പറ്റി ഓർത്തത്. അവിടെ ചെന്ന് നോക്കിയാൽ അവന്റെ അമ്മ അവനെ ദൃഷ്ടി ഒഴിയുന്നത് കാണാം. അമ്മ സുവർണമായെ പറ്റി അറിയാവുന്ന വിവരങ്ങൾ രാഘവിന് പറഞ്ഞു കൊടുത്തു. 35 വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം പഠിച്ചിട്ടുള്ള കുറച്ചാളുകൾ ഇവരുടെ ഗ്രാമത്തിൽ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി എത്തി. വേദാവതി എന്ന പെൺകുട്ടിയും അവളുടെ ശബ്ദം റേഡിയോയ്ക്കായി നൽകി. അവളുടെ ശബ്ദം വളരെ മനോഹരമായിരുന്നു. എല്ലാവരും റേഡിയോയിലൂടെ അവളുടെ ശബ്ദം കേട്ടു. എല്ലാം വളരെ നന്നായി പോവുകയായിരുന്നു. പക്ഷെ ആരോ സുവർണമായ റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച് 6 ഫൗണ്ടേഴ്സിനെ കൊലപ്പെടുത്തി. അതാരാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവരുടെ മരണവാർത്ത റേഡിയോയിലൂടെയാണ് നാട് മൊത്തം അറിഞ്ഞത്. റേഡിയോ സ്റ്റേഷന്റെ മഹത്വവും ഗാംഭീര്യവും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് തന്നെ തീർന്നു. അവൾ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അവരുടെ അച്ഛൻ ഏതോ പ്രേതശക്തി റേഡിയോ സ്റ്റേഷനിലുണ്ട് എന്ന് പറയുമായിരുന്നു. അത് സത്യമാവുന്നത് പോലെ എല്ലാ രാത്രിയും കരച്ചിലും ഗാനവും കേൾക്കുമായിരുന്നു. ഒടുവിൽ ഗ്രാമവാസികൾ എന്നേക്കുമായി അത് അടച്ചുപൂട്ടി. അതിൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വേദാവതിയെ പറ്റി കൂടുതലായി അറിയാൻ ന്യൂസ് റിപ്പോർട്ട് വഴി സാധിച്ചു. അതിൽ പ്രകാരം 1989 വേദാവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായി. ഫൗണ്ടേഴ്സും 89 കൊല്ലപ്പെട്ടത്. മരിച്ചുപോയവരെ ക്രമമായി എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നിവർ ആലോചിക്കുമ്പോഴാണ് അന്ന് റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കേറിയ ക്രമം വെച്ചിട്ടാണ് കൊല്ലുന്നത് എന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ വിഹാരിയാണ് അടുത്തതെന്ന് അവർക്ക് മനസ്സിലായി. രാഘവ് ആലോചിക്കുമ്പോൾ വിഹാരി അന്ന് അവിടെ വെച്ച് ഒരു റേഡിയോ എടുത്തു നോക്കുമ്പോൾ യാത്രയുടെ ഓർമ്മയ്ക്കായി ഒരെണ്ണം എടുത്തോളൂ എന്ന് സുമിത് പറയുന്നുണ്ട്.
അതുകൊണ്ട് മൈഥിലിയോട് നമ്മൾ അവർക്ക് കൊടുത്ത സൊവേനിയർ റേഡിയോകളും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴാണ് മോക്ഷയുടെ കാര്യം രാഘവ് ഓർക്കുന്നത്. മോക്ഷ എത്രാമതായിരുന്നു എന്ന് ചെക്ക് ചെയ്തപ്പോൾ വിഹാരിക്ക് മുമ്പ് കാലെടുത്ത് വെച്ചത് മോക്ഷയാണെന്ന് മനസ്സിലായി. മോക്ഷയെയാണ് ഇനി കാണിക്കുന്നത്. ഉറക്കത്തിൽ എണീറ്റ മോക്ഷയ്ക്ക് ചുറ്റും പ്രേതത്തിന്റെ സാമീപ്യം അനുഭവപ്പെടുകയാണ്. ആരോ അവളുടെ വായ പൊത്തുന്നു. രാഘവ് നോക്കിയാൽ വായുവിൽ അവൾ പൊങ്ങി നിൽക്കുകയാണ്. ഉടനെ റേഡിയോയിൽ നിന്ന് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട സോങ് ചിന്നരി മോക്ഷ ആണെന്ന് കേട്ട് രാഘവ് പണിപ്പെട്ട് എങ്ങനെയോ അവളെ അതിൽ നിന്ന് രക്ഷിച്ചു. മോക്ഷയോട് നീ അതിനെ കണ്ടുവോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേ എന്ന് പറഞ്ഞു. റേഡിയോ സ്റ്റേഷനിൽ പോയപ്പോൾ മോഷ്ടിച്ച പേഴ്സ് അവന്റെ കയ്യിൽ കൊടുത്തു. അപ്പുറത്ത് മൈഥിലി എല്ലാവരെയും കൂട്ടി യാത്രയിലാണ്. കൂടെയുള്ളവർ ഭയത്തിലും പരിഭ്രാന്തിയിലുമാണ് ഉള്ളത്. രാഘവൻ മോശയെയും കൂട്ടി മൈഥിലിയോടും റേഡിയോ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. പെട്രോൾ ക്യാൻ എടുത്ത് നേരത്തെ അവിടെ നിന്ന് എടുത്ത എല്ലാ റേഡിയോസും അവിടെ ഇട്ട് തീ കൊടുത്തു. അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രേതത്തെ വെല്ലുവിളിച്ചു. എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ എന്നെ കൊന്നോളൂ. ഒരു ചെറിയ കുട്ടിയെ വരെ കൊല്ലാൻ ശ്രമിച്ചതിലൂടെ തന്നെ നീ ഇതുകൊണ്ടൊന്നും നിർത്തില്ലെന്ന് മനസ്സിലായി. ഒരു സ്ത്രീയുടെ മൂടുപടത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഭീരു എന്നെല്ലാം വിളിച്ച് അപമാനിച്ചു. ആ പേഴ്സിൽ നിന്ന് കിട്ടിയ ചിത്രം ബാക്കിയുള്ളവർക്ക് കാട്ടിക്കൊടുത്തു. എന്നാൽ തീ കൊണ്ട് തന്നെ ആ ഗോസ്റ്റ് അതിനെ നശിപ്പിച്ചു. അവിടമാകെ ലൈറ്റ് കത്താൻ തുടങ്ങി. വാതിൽ തുറന്നു. പണ്ട് നടന്ന സംഭവങ്ങൾ മിന്നിമറയുന്നത് കാണാം. അവൻ ഒടുവിൽ അവർക്ക് മുന്നിലേക്ക് വന്ന് ആ റേഡിയോയിലൂടെ അടുത്ത ആള് രാഘവ് ആണെന്ന മുന്നറിയിപ്പും കൊടുത്തു. രാഘവ് ആ ഗോസ്റ്റിനെ പ്രകോപിപ്പിച്ചത് തന്നെ അടുത്ത ലക്ഷ്യം അതിന്റെ മോക്ഷയായതുകൊണ്ടാണ്. ഇതിപ്പോ ഗോസ്റ്റിനെ തിരിച്ച് രാഘവിലേക്ക് എത്തിച്ചല്ലോ. ഇനിയാണ് ഈ ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് പിന്നിലുള്ള കാര്യം തന്നെ അവരോട് അവൻ പറയുന്നത്. ഇത് നടത്തുന്നത് തന്നെ നമ്മുടെ ഉള്ളിലെ ഭയത്തെ നേരിടാനാണെന്ന്. ഭയത്തെക്കാൾ വലിയ എതിരാളിയില്ല, ധൈര്യത്തെക്കാൾ വലിയ ആയുധവും. ആ ധൈര്യത്തിൽ നിന്നാണ് ടീം വ്യാജ കഥയും വ്യാജ യാത്രയും എല്ലാം ഉണ്ടാക്കിയത്. കൂടെയുള്ളവരെ ഏതു വിധേനയും രക്ഷിക്കുമെന്നും രാഘവ് വാക്കുകൊടുത്തു. മടക്കയാത്രയിൽ പോലീസ് സ്റ്റേഷനിൽ കയറി സുവർണമായ റേഡിയോ സ്റ്റേഷനിൽ മരിച്ച 6 പേരുടെ കൊലപാതകത്തെ പറ്റിയിട്ടുള്ള കേസിന്റെ വിവരങ്ങൾ അന്വേഷിച്ചു. ഇത് കേട്ടതും പോലീസിന്റെ മുഖവും ഭയം കൊണ്ട് നിറഞ്ഞു. അവരുടെ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വേദാവതി ഒരു ചെക്കനെതിരെ പരാതി നൽകാൻ എത്തിയത് എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റേഷന് പുറത്തെ ട്രാൻസ്ഫോർമറോ കത്തി നശിച്ചു. കറണ്ട് പോയതുകൊണ്ട് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ടോർച്ചുമായി അവിടമാകെ നിരീക്ഷിക്കാൻ നടക്കുമ്പോഴാണ് അവിടെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചത്. എടുത്താലോ അട്ടഹാസം, പിറകിലാണെങ്കിലോ ആ ഗോസ്റ്റ്. എന്നാൽ എന്തുകൊണ്ടോ ആ ടോർച്ചിന്റെ വെളിച്ചത്തെ ആ ഗോസ്റ്റിന് നേരിടാൻ സാധിക്കുന്നില്ല. അത് ഓഫ് ചെയ്യാൻ പറഞ്ഞ് അത് അലറി. അതോടെ രാഘവിന് മനസ്സിലായി ഈ ടോർച്ചിനെ അവൻ ഭയപ്പെടുന്നുണ്ടെന്ന്. വേദാവതിയെ പറ്റി ഡീറ്റെയിൽസ് ലഭിച്ചത് കൊണ്ട് അവരും നേരെ അവളുടെ വീട്ടിലേക്കാണ് പോയത്. വേദാവതി നിലയം. അവളുടെ സാധനങ്ങളെല്ലാം അവർ അതേപോലെ തന്നെ സൂക്ഷിച്ചിരുന്നു. അവളുടെ അമ്മയ്ക്ക് മകളുടെ മരണത്തിന് ശേഷം ഡിപ്രഷൻ ബാധിച്ചിരുന്നു. വേദാവതിയുടെ വിവാഹം 4 മാസത്തിനുള്ളിൽ നടക്കേണ്ടതായിരുന്നു. അതിനുള്ളിലാണ് അവൾ തൂങ്ങി മരിച്ചത് എന്ന് പിതാവിന്റെ സംസാരത്തിൽ നിന്ന് അവർ മനസ്സിലാക്കി. മുറി പരിശോധിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണുകയും ആ ഗോസ്റ്റിന്റെ രൂപത്തിൽ കണ്ട ആളെ അതിൽ നിന്ന് കണ്ട് പിതാവിനോട് തിരക്കുമ്പോൾ ഒരുമിച്ച് പഠിച്ചവരാണെന്നും അവന്റെ സ്വഭാവം വ്യത്യസ്തമാണെന്നും പറഞ്ഞു. അവനെ പറ്റി കൂടുതൽ തിരക്കാനായി ഗുരുവായ ഭൂഷൺ വർമ്മയോട് സംസാരിക്കാൻ നിർദ്ദേശിച്ചു. സിംഹാലപ്പള്ളിയിൽ ഗ്രാമത്തിൽ ഒരു മ്യൂസിക് ഷോപ്പ് നടത്തി വരുന്നതായി കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. ഒടുവിൽ അവർ അവിടെ എത്തിച്ചേർന്നു. അവരെ പറ്റി അന്വേഷിച്ചാൽ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞ ആ ഗോസ്റ്റിന്റെ പേര് വിശ്രവപുത്ര എന്നാണ്. അവന്റെ ജനനം തന്നെ വിചിത്രമായിരുന്നു. ഗ്രഹണ സമയം, ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മൂടിയ രാത്രിയിൽ അവൻ ജനിച്ചു. ആ കുഞ്ഞ് വളഞ്ഞതും വികൃതവുമായിരിക്കുന്നത് കണ്ട് ആളുകൾ ഗ്രഹണത്താൽ ശപിക്കപ്പെട്ടവനാണെന്ന് കരുതി. പക്ഷെ ഡോക്ടർ അവന്റെ അസുഖത്തിന്റെ പേര് റിക്കറ്റ്സ് ആണെന്ന് നിർണയിച്ചു. അവൻ അതുപോലെ ജനിച്ചതുകൊണ്ട് അവന്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്നും അകറ്റി അവനെ ഏകനായാണ് വളർത്തിയത്. പക്ഷെ അവന്റെ അമ്മ എപ്പോഴും അവനെ സ്നേഹിച്ചിരുന്നു. അവന്റെ അമ്മ ആയിരുന്നു അവന്റെ ലോകം. അവന്റെ അമ്മയെ വേദനിപ്പിക്കാൻ അവൻ ആരെയും അനുവദിച്ചിരുന്നില്ല. അച്ഛനുമായി അങ്ങനെ പ്രശ്നമായി. പേടിയിൽ നിന്ന് അത് ദേഷ്യത്തിലേക്ക് കടന്നതോടെ അവന്റെ അമ്മാവനാണ് ഗുരുവിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്നത്. ഗുരുവിന്റെ പ്രോത്സാഹനത്തോടെ അവൻ വളർന്നു. അവിടെ സ്വാസ്തിക് സിംബൽ ഗുരു വരച്ചപ്പോൾ വേഗത്തിൽ പൂർത്തിയാക്കി അവൻ കാണിച്ചത് ക്രോസ് സ്വാസ്തിക് സിംബൽ ആയിരുന്നു.
അപ്പോഴാണ് ആ റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുന്നതായി വിളിച്ചവിടെ പോയത്. അവൻ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ശബ്ദം മനോഹരമാണെന്നും ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ചു. അമ്മയുടെ ആഗ്രഹത്തിനു വേണ്ടി അവനും മത്സരിക്കാൻ തീരുമാനിച്ചു. ഗുരുവും അവനെ മോട്ടിവേറ്റ് ചെയ്തു. ഒടുവിൽ അവനും അതിനുവേണ്ടി ശബ്ദം റെക്കോർഡ് ചെയ്ത് അയച്ചു. ആ സുവർണ ശബ്ദമായി തിരഞ്ഞെടുത്തത് വിശ്രവപുത്രയുടേതായിരുന്നു. അങ്ങനെ സന്തോഷത്തിന്റെ നാളുകൾ പോകെ സുവർണ റേഡിയോ സ്റ്റേഷന്റെ അവതരണത്തിനായി വേദാവതിയാണ് തിരഞ്ഞെടുത്തത് എന്ന പേരിൽ ചിത്രത്തോടെ തന്നെ പോസ്റ്റർ വന്നു. ഇത് കണ്ട് തകർന്ന വിശ്രവപുത്രയും അമ്മയുടെ വേദനിക്കുന്ന മുഖം കണ്ട് ആ പോസ്റ്റർ കീറുകയും അതേപറ്റി ചോദിക്കാനായി റേഡിയോ സ്റ്റേഷനിലേക്ക് ദേഷ്യത്തോടെ പോയി. പിന്നീട് കേട്ടത് കൂട്ടത്തോടെ അവനെ ക്രൂരമായി കൊന്നു എന്നാണ്. മടങ്ങും വഴി മൈഥിലിയും പാവം വിശ്രവ അവന്റെ ശബ്ദം ഉപയോഗിച്ചു മറ്റൊരാളുടെ പോസ്റ്ററും പ്രസിദ്ധീകരിച്ച് ചോദിക്കാൻ ചെന്ന് അവനെ അവർ കൊന്നു എന്നെല്ലാം പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സുമിത് ദേഷ്യത്തോടെ അവൻ ഒരിക്കലും പാപം ചെയ്യാത്ത നീതിമാനാണെന്നാണോ പറഞ്ഞു വരുന്നത്? അവനും അവരെ പോലെ നമ്മളെ കൊല്ലാനല്ലേ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞതും ഒരു പട്ടി കുറുകെ ചാടി വണ്ടിയുടെ നിയന്ത്രണം പോയി. നോക്കിയാൽ അവിടെ ഭൂഷൺ വർമ്മയുടെ കല്ലറ കണ്ടു. അദ്ദേഹം 2007 തന്നെ മരിച്ചുപോയിരുന്നു. അവർ സംസാരിച്ചത് അദ്ദേഹത്തിനോടല്ലായിരുന്നെന്നും അത് ആ വിശ്രവപുത്രയായിരുന്നെന്നും അവർക്ക് മനസ്സിലായി. ഇവർ ഓടുന്നതിനിടെ കാൽ തട്ടി ടോർച്ചിന്റെ ലൈറ്റ് കയ്യിൽ നിന്ന് തെറിച്ചുപോയി തകർന്നു. അതോടെ അവരുടെ ആകെയുള്ള രക്ഷയും നശിച്ചു. അവർ ഓടി കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയാലും കാറിനുള്ളിലെ റേഡിയോയിൽ നിന്ന് പിന്നെയും അവർ സംസാരിക്കുകയാണ്. ശ്രദ്ധ പാളിപ്പോയ അവരുടെ കാറിലേക്ക് ലോറി വന്ന് ഇടിച്ചു. ഇവിടെ രാഘവിന്റെ കുട്ടിക്കാലത്തെ ഒരു ആക്സിഡന്റ് ആണ് കാണിക്കുന്നത്. നായകനും അച്ഛനും യാത്ര ചെയ്യുമ്പോൾ ലോറി ഇടിക്കുന്നതും അതിൽ അച്ഛനും മറ്റൊരാളും മരണപ്പെട്ടിരുന്നു. ആക്സിഡന്റിൽ പെട്ടെങ്കിലും രാഘവ് രക്ഷപ്പെട്ടു. ഇവിടെ മൈഥിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അവൾ ആകെ ഭയത്തിലാണ്. ഇനി ആപത്തൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ് രാഘവ്. സുമിത്തിനും നിസാര പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ എന്ന് അവർ ആലോചിച്ചത്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 9 വരെ 12 ദിവസത്തെ ഗ്യാപ്പ്. വേദാവതിയെ ആർജയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലേഖനം വന്നത് ജൂലൈ 28-നായിരുന്നു. ഉടനെ വിശ്രവ ചോദിക്കാനായിട്ട് റേഡിയോ സ്റ്റേഷനിലോട്ട് പോയി. ഓഗസ്റ്റ് 9-ന് റേഡിയോ സ്റ്റേഷന്റെ ഫൗണ്ടേഴ്സ് മരണപ്പെട്ടു. ഈ 12 ദിവസത്തിനുള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ഇൻഫർമേഷനാണ് ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേസമയം മൈഥിലിയെ വിശ്രവപുത്ര സ്വാധീനിച്ച് രാഘവയെ കൊല്ലപ്പെടുത്തുമെന്ന് ഭയപ്പെടുത്തി അവളുടെ അനുവാദത്തോടെ തന്നെ അവളുടെ ശരീരത്തിൽ കയറി. രാഘവനെ കൊലപ്പെടുത്താൻ പലവട്ടം ശ്രമിച്ചിട്ടും അതിനെ കൊണ്ട് അത് സാധിച്ചിരുന്നില്ല. കാരണം എന്തെന്ന് പ്രേതത്തിനും അറിയില്ല. എന്നാൽ ഭൂഷൺ വർമ്മ പറഞ്ഞ സ്റ്റോറിയും ശേഷം അന്ന് രാത്രി ഇവരെ ഭയപ്പെടുത്തുകയും എന്താണെന്ന് ആലോചിച്ചാൽ രാഘവിന് മനസ്സിലാകുകയാണ് പേടിയാണ് അതിന്റെ ആയുധമെന്ന്. മൈഥിലിയാണെങ്കിൽ അവന്റെ സ്റ്റോറി കേട്ട് കണക്ട് ആകുകയും ചെയ്തു. ഇതെല്ലാം ഓർത്ത് രാഘവ് ഓടിച്ചെന്ന് നോക്കിയാൽ മൈഥിലിയുടെ ശരീരത്ത് വിശ്രവപുത്രന്റെ ആത്മാവ് കയറിയിരിക്കുകയാണ്. അവളിലൂടെ അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ താഴെ കിടന്ന മരുന്ന് കുത്തിവെച്ച് എങ്ങനെയൊക്കെയോ അവൻ രക്ഷപ്പെട്ടു. മൈഥിലിക്ക് കുത്തിവെച്ച് മോർഫിന്റെ എഫക്റ്റ് മാറാൻ 8 മണിക്കൂർ സമയം പിടിക്കും എന്ന ഉറപ്പിലിരിക്കുമ്പോഴാണ് രാഘവിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അവൻ ആ റൂമിലേക്ക് കയറിയപ്പോൾ ഗ്യാസ് സിലിണ്ടർ ശ്രദ്ധിച്ചിരുന്നു. രാഘവ് തന്റെ ഓണർ വിശ്വാസ് കുമാറിനെ വിളിച്ച് KDA സിലിണ്ടറിന്റെ ഓണറെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു. വെയർഹൌസ് മാനേജർ സുരേന്ദ്രനായിരുന്നു അത്. 40 വർഷമായി അയാൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അയാൾക്കെതിരെ ഇല്ലീഗൽ ഗ്യാസ് സപ്ലൈക്ക് കേസുകൾ ഫയൽ ചെയ്തിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കി. രാഘവും ആ പഴയ സിലിണ്ടറും കൊണ്ടുപോയി നല്ലൊരു അടി നടന്നതിന് ശേഷമാണ് അയാൾ വായ തുറന്നത് തന്നെ. സുരേന്ദ്രന്റെ സഹോദരൻ വാലിയാണ് അയാളുടെ സുഹൃത്തുക്കൾക്കൊപ്പം റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത്. കൂടെ പഠിച്ചിരുന്ന വേദാവതിയുമായി പ്രണയത്തിലാകുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു വാലി. എല്ലാം നന്നായി പോവുകയായിരുന്നു വിശ്രവ വരുന്നത് വരെ. എന്നാൽ ഭൂഷാരാവർമ്മയിലൂടെ വിശ്രവ പറഞ്ഞ കഥ തീർത്തും തെറ്റായിരുന്നു. ആ കഥ മുഴുവനായി അവനെ ന്യായീകരിച്ചായിരുന്നു അവരോട് അവതരിപ്പിച്ചത്. എന്നാൽ അന്ന് തിരഞ്ഞെടുത്ത ശബ്ദം യാഥാർത്ഥ്യത്തിൽ വേദാവതിയുടെ തന്നെയായിരുന്നു. വിശ്രവ അതിയായി അവന്റെ ശബ്ദം റേഡിയോയിൽ വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് അവനത് തൻ്റെ ശബ്ദമായി തോന്നിയത്. വേദാവതിയുടെ ചിത്രം കണ്ട് കലി പൂണ്ട അവൻ റേഡിയോ സ്റ്റേഷനിൽ വന്ന് വേദാവതിയോട് എൻ്റെ ശബ്ദത്തെക്കാൾ മനോഹരമാണോ നിന്റേത് എന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിച്ചു. അവന് വരേണ്ടിയിരുന്ന അവസരം അവളുടെ സൗന്ദര്യവും ശരീരവും കാട്ടി നേടിയെടുത്തതാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവൻ അവളുടെ സാരി പറിച്ചെടുത്ത് അവളുടെ പാദസ്വരവും മുല്ലപ്പൂവും ധരിച്ച് എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് കയറി ചെന്നു.
ബാലിയും പരിഭ്രമിച്ച് ഇത് വേദാവതിയുടെ സാരിയല്ലേ, നീ എന്താ അവളെ ചെയ്തത് എന്ന് ചോദിച്ചു വന്നാൽ അവൾ ഓടിപ്പോയി അറപ്പുളവാക്കുന്ന ഭീരുവായ വേദാവതി എന്നും നീ എന്തിനാ അവളോടിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് വലിയ അടിയാകുകയാണ്. വിശ്വവ, എൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ ഇന്നു മുതൽ എൻ്റെ ശബ്ദം മാത്രമേ ഇവിടെ ഇനി കേൾക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഇത് ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷനാണെന്നും നിന്റെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാനുള്ളതല്ല എന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ സ്ഥാനം ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് അംഗീകരിച്ചില്ല. വിശ്രവയും അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവർ 6 പേരും ചേർന്ന് അവനെ ഇടിച്ച് ശരിപ്പെടുത്തി. നഗ്നയായി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ട അവളെ പറ്റി ഗ്രാമവാസികൾ അസഭ്യം പറയാൻ തുടങ്ങി. ഇതറിഞ്ഞ വാലിയും സുഹൃത്തുക്കളും ചേർന്ന് അവനെ മുറിയിൽ പൂട്ടിവെച്ചു. അപമാനം നേരിടാൻ സാധിക്കാതെ വേദാവതി ആത്മഹത്യ ചെയ്തു. തകർന്ന വാലിയും അവനെ പരമാവധി വേദന അനുഭവിപ്പിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. ഇതിനായി സാരിൻ, നെർവ് ഗ്യാസ് സുരേന്ദ്രൻ വഴി കൊണ്ടുവന്ന് ദിവസങ്ങൾ കൊണ്ട് എണ്ണം കൂട്ടി വന്നു. ഇതിന്റെ പ്രത്യേകത, ഈ ഗ്യാസ് ഒരു മനുഷ്യനെ ഉറങ്ങാനായി അനുവദിക്കില്ല. ഈ ഗ്യാസ് ലീക്ക് ആകുന്ന നേരം ഒരു ടോർച്ച് കൂടി ഇവന്റെ മുഖത്തിന് നേരെ വെച്ചു. 12 ദിവസത്തെ നിരന്തരമായിട്ടുള്ള ഉറക്കമില്ലായ്മ ശരീരത്തെ ബാധിച്ച് അവൻ മരിച്ചു. അവന്റെ ശരീരത്തെ കിഷ്കിന്ധാപുരി റെയിൽവേ ട്രാക്കിന് അടുത്ത് മറവ് ചെയ്തു. എന്നാൽ ഏറ്റവും അടുത്ത രാത്രിയിൽ തന്നെ വാലിയടക്കം എല്ലാ സുഹൃത്തുക്കളും ആ റേഡിയോ സ്റ്റേഷനിൽ തന്നെ കൊല്ലപ്പെട്ടു. അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അവന്റെ അമ്മയുടെ ആഗ്രഹം എന്നതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ച് ആശ്ചര്യപ്പെടുകയാണ് രാഘവ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. അവൻ ഒരു മാനസിക രോഗിയായിരുന്നു. അവന് ജന്മം കൊടുത്തപ്പോഴേ അമ്മ മരണപ്പെട്ടു. അവന്റെ അച്ഛൻ അവനെ ശ്രദ്ധിച്ചില്ല. അവൻ ഏകനായിരുന്നു. അപ്പോഴാണ് അമ്മ ഉപയോഗിച്ച കണ്ണാടി അവൻ കണ്ടത്. അതിൽ അവൻ അവന്റെ അമ്മയെ കാണാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി. ആ ദിവസം മുതൽ അവൻ ആ കണ്ണാടി മാറ്റി വെച്ചിരുന്നില്ല. ആ കണ്ണാടി തട്ടി മാറ്റിയതിന് സ്വന്തം അച്ഛനെ തന്നെ കുത്തി കൊന്നുകളഞ്ഞു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സുവർണമായ റേഡിയോ സ്റ്റേഷനെ ബന്ധനത്തിലാക്കിയത് അഗസ്ത്യ ആശ്രമത്തിലുള്ള ഒരു സ്വാമിയാണ്. അയാളെ കാണാൻ അവർ പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. പക്ഷെ അവിടെയുള്ള മറ്റൊരു സ്വാമി സഹായിക്കാൻ സമ്മതിച്ചു. പ്രതികാരത്തോടെ മരിച്ച അവൻ വളരെ വേഗം തന്നെ പ്രതികാരം പൂർത്തിയാക്കി. അവൻ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ കണ്ണാടിയിൽ നിന്നല്ല. അവന്റെ ലോകം അതിൽ കുടുങ്ങിപ്പോയി. സുവർണമായ മാന്ത്രിക ശക്തി കൊണ്ട് ബന്ധിച്ചപ്പോൾ അവന്റെ ആത്മാവ് പുറത്തും കണ്ണാടി അകത്തുമായി പോയി. പിന്നീട് ഇവർ ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് വന്ന് ആ വാതിൽ തുറന്നപ്പോൾ അവനും അവരോടൊപ്പം കയറി. പക്ഷെ എത്ര അന്വേഷിച്ചിട്ടും അവന്റെ അമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ല. അവൻ കണ്ടെത്തിയപ്പോൾ ആ കണ്ണാടി തകർന്നിരുന്നു. മൈഥിലിക്കാണ് ആ കണ്ണാടി കിട്ടിയത്. കുറെ നാൾ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അതിൽ ഇഴജന്തുക്കൾ കയറിയിരുന്നു. അതുകൊണ്ട് പേടിച്ച് എല്ലാവരും കൂടെ അത് നിലത്തിട്ട് ചവിട്ടി. രാഘവിയുടെ കയ്യിൽ കിട്ടിയപ്പോഴോ അവനും അത് നിലത്തോട്ട് നിസ്സാരമായി എറിഞ്ഞു. ഇതോടെ കണ്ണാടി തകർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ണാടി മാത്രമാണല്ലോ. അവന്റെ കണ്ണിൽ അവന്റെ അമ്മയാണ് മരിച്ചത്. ഇവരാണ് കൊന്നത്. അതുകൊണ്ടാണ് ഇവരെ കൊല്ലാൻ അവൻ ശ്രമിച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, ത്രയീവിദ്യ. ഹ്യൂമൻ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസയർ, തോട്ട്, ആക്ഷൻ എന്ന 3 എനർജികൾ കൂടിച്ചേരുന്നതാണ്. അതിൽ ഇച്ഛാശക്തി ആഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കും, ജ്ഞാനശക്തി അറിവുമായി ബന്ധപ്പെട്ടതും പ്രവർത്തന ശക്തി ദൃഢനിശ്ചയവുമായി ബന്ധപ്പെട്ടതുമാണ്. ഇത് 3 നിലനിന്നാലാണ് ജീവിതം നിലനിൽക്കുന്നത്. ഇത് വേർപെട്ടാൻ സാധിക്കില്ല. ആ ചിതറിക്കിടക്കുന്ന ശക്തികളെ ഒന്നിച്ചു ചേർത്താൽ ഈ ലോകത്തിൽ നിന്ന് അവനെ പറഞ്ഞുവിടാൻ സാധിക്കുമെന്ന് സ്വാമി പറഞ്ഞു. അവന്റെ ജീവിതത്തിലെ ഓർമ്മകളിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാകും ഈ ശക്തികളെല്ലാം. അവന്റെ ആത്മാവിനെ ഇന്ധനം കൊടുക്കുന്നത് അതാണ്. അത് കണ്ടെത്താനായി രാഘവും സുരേന്ദ്രനും സുമിത്തും പുറപ്പെട്ടു. അടുത്ത ദിവസം പുലർച്ചെ 5:14 വരെയാണ് സമയമുള്ളൂ. ശേഷം ദക്ഷിണായനം ആരംഭിക്കും. ആ സമയം ദുഷ്ടശക്തികളെ നേരിടാൻ സാധിക്കില്ല. ഇപ്പോൾ വിശ്വവ മൈഥിലിയുടെ ശരീരത്തിലായതുകൊണ്ട് അവളെ ബന്ധിച്ച് പൂജകൾ ആരംഭിക്കുകയാണ്. രാഘവും അവന്റെ ജ്ഞാനശക്തിയുമായി ബന്ധപ്പെട്ടത് ആ ചെസ് ബോർഡാണെന്ന് മനസ്സിലാക്കി. അവന്റെ അമ്മയുമായുള്ള ചെസ് കളികളായിരുന്നു അറിവിന്റെ അടിസ്ഥാനം. അതുപോലെ ഡിസയർ സ്റ്റേഷനിലെ ആ വലിയ റേഡിയോ ആയിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി. അതെങ്ങനെയോ പണിപ്പെട്ട് ഒപ്പിച്ചു. എന്നാൽ ദൃഢനിശ്ചയവുമായി ബന്ധപ്പെട്ടത് എന്തെന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോഴേക്കും സമയം കഴിഞ്ഞു. ശവ സ്വതന്ത്രനായി.
അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ കയ്യിൽ അന്ന് സ്വാമി കെട്ടിക്കൊടുത്ത ചെയിനിന്റെ പവർ മനസ്സിലാക്കി അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തതും വിശ്രവയുടെ ആത്മാവ് രാഘവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവന്റെ രൂപത്തിൽ തന്നെ വിശ്രവ വന്നു. അവന്റെ അച്ഛൻ മരിച്ചതിനുള്ള കാരണം അവനാണ് എന്ന കുറ്റബോധം വരുത്തി അവന് വണ്ടി ഓടിക്കണം എന്ന് വാശി പിടിച്ചതും വണ്ടി ആക്സിഡന്റ് ആയതും അച്ഛൻ മരിച്ചതുമെല്ലാം ഞാനും നീയും സമനാണെന്നും വിശ്വവ അവന്റെ ശരീരത്തിൽ കയറി അവനെ സ്വയം കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണ്. മൈഥിലി തടഞ്ഞതും ആ ഇടിയിൽ എപ്പോഴോ അവന്റെ കഴുത്തിൽ കിടന്ന ഏലസിൽ തൊട്ടു. അവന്റെ അമ്മ ഗർഭപാത്രത്തിൽ വഹിച്ചിരുന്ന കുംഭം അവന് ദൃഢനിശ്ചയത്തോടൊപ്പം നിലനിൽക്കും. അപ്പോൾ അതാണ് ആ പ്രവർത്തന ശക്തിയുമായി ബന്ധപ്പെട്ട വസ്തു. ഇത് മനസ്സിലാക്കിയ രാഘവവും അത് അവനെ പൂട്ടിയിട്ടിരുന്ന മുറിയിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അതെടുക്കാനായി മൈഥിലിയെ പറഞ്ഞയക്കുകയാണ്. കണ്ടെത്തിയ 3 ഒബ്ജക്ട്സും നിശ്ചിത സ്ഥലത്തിൽ നിക്ഷേപിച്ച് വിശ്രവപുത്രനെ ബന്ധനത്തിലാക്കി. അതോടെ രാഘവും രക്ഷപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൈഥിലിയും രാഘവും നടന്നു വരുമ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് മൈഥിലി ആശ്വസിക്കുമ്പോൾ ആ പ്രശ്നം അവസാനിച്ചതായി തോന്നുന്നില്ല എന്നാണ് രാഘവ് പറയുന്നത്. കാരണം അവന്റെ അമ്മയെ അവന് മാത്രം എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? അതും കണ്ണാടിയിൽ. അവൻ അമ്മയെ കണ്ടതിന് ശേഷമാണ് രാക്ഷസൻ സ്വഭാവമായി മാറിയത്. അതിനർത്ഥം ആ ഭീകര സ്വഭാവം അവന്റെ അമ്മയുടേതാണെന്നല്ലേ എന്നൊരു സസ്പെൻസിലാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.